Praise the Lord. ആമേൻ. ഒരിക്കൽ കൂടി ഈ പ്രെയർ ലൈനിൽ ദൈവമക്കളുടെ മുമ്പിൽ സാക്ഷിയായി നിൽക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് തന്ന ഈ വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു മിനിറ്റ് നമുക്ക് നമ്മുടെ തലകളെ ഒന്ന് വണക്കാം. ഒരു മിനിറ്റ് ദൈവത്തിരുസന്നിധിയിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ, അതിപരിശുദ്ധനായ ദൈവമേ, സ്തോത്രം. കർത്താവേ, യാതൊരു യോഗ്യതയുമില്ലാതെ മകളെ കർത്താവേ നീ വിളിച്ച് വേർതിരിച്ച് കർത്താവെ അങ്ങേ മകളാക്കി തീർത്ത് കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം. കർത്താവെ സ്തോത്രം, അപ്പച്ച സ്തോത്രം. അങ്ങയുടെ നാമ മഹത്വത്തിനായി മാത്രം ഇത് തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയന് പുകഴുവാനൊന്നുമില്ല കർത്താവെ, എന്റെ വാക്ക് കൂടി അങ്ങിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ ഇതിനെ ഏറ്റെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം, അപ്പച്ച സ്തോത്രം. കർത്താവെ സ്തോത്രം. അപ്പൊ അടിയന് ഒരിക്കൽ കൂടി കർത്താവെ ഞാൻ താഴ്ത്തി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ സ്തോത്രം. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുമെന്ന് പറഞ്ഞതുപോലെ കർത്താവെ സ്തോത്രം. ഇത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ, ഇത് ആർക്കെങ്കിലും വിടുതലിന് കാരണമാകുന്നുവെങ്കിൽ ഒരു ആത്മാവിനെ നേടിയാൽ കർത്താവെ അതിൽ വലിയൊരു ഭാഗ്യമില്ല കർത്താവെ സ്തോത്രം. കർത്താവെ അതിനായി കർത്താവെ അധികം താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. രണ്ടുപേരി പാടാൻ ആഗ്രഹിക്കുന്നു. ആഴങ്ങൾ തേടുന്ന ആത്മാവെ നേടുന്ന ദീപം ആഴത്തിൽ ആഴങ്ങൾ തേടുന്ന ദീപം കരകറ്റി കരളുമ്പോളഴലുമ്പോൾ മരപറ്റിയാനായുരേ തകരുന്ന തോണിയിൽ ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. തകരുന്ന തോണിയിൽ ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം. എന്റെ കർത്താവേ സ്തോത്രം. ആഴങ്ങൾ തേടുന്ന നമ്മുടെ ദൈവം ആ കാര്യം പിടിച്ച് എന്റെ ദൈവമേ തകരുന്ന ഒരു തോണിയായിരുന്നു ഞാൻ. തകർന്നു പോകാമായിരുന്നു ഈ തോണിയെ കരം പിടിച്ച് താങ്ങിയ ഒരു ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതിയാകില്ല. കർത്താവേ സ്തോത്രം, അപ്പാ സ്തോത്രം. കർത്താവേ സ്തോത്രം, അപ്പാ അടിയനെ താഴ്ത്തുന്ന കർത്താവേ സ്തോത്രം. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ പ്രെയർ ലൈനിൽ കടന്നു വന്ന് എന്റെ ടെസ്റ്റിമണി പറയുന്നത്. ആവർത്തന വിരക്തതയുണ്ടോ എങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അബ്ദുള്ളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. എനിക്ക് പറയുവാനോ പ്രസംഗിക്കുവാനോ ഒരു കഴിവില്ലാത്ത ഒരു വ്യക്തിയാണ്. എന്നെ ഇത്രത്തോളം എന്റെ തമ്പുരാൻ മാനിച്ചു കർത്താവേ സ്തോത്രം. ഇത് കേൾക്കുന്ന ഓരോ മക്കളെയും എന്റെ അപ്പച്ചൻ അനുഗ്രഹിക്കണമേ, സ്വർഗത്തിലെ അപ്പൻ അനുഗ്രഹിക്കണമേ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന. ഞാൻ എന്നെക്കുറിച്ച് എന്റെ ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ടൊന്ന് പറയാം. ഒരു ജ്ഞാനായ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന മകളാണ് ഞാൻ. 24 വയസ്സ് വരെ ആ കത്തോലിക്ക കുടുംബത്തിന്റെ എന്റെ വെല്ലുമിച്ച് നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു അമ്മച്ചിയായിരുന്നു. എപ്പോഴും ഞങ്ങളോട് സന്ധ്യ മണി അടിക്കുമ്പോൾ 6 മണിയാകുമ്പോൾ സന്ധ്യ മണി അടിക്കുമ്പോൾ പറയും, മക്കളെ നിങ്ങൾ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുവാൻ. അത് ഞങ്ങൾ എന്നും അതേപടി അനുസരിച്ച് വന്ന ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞായിരുന്നു ഞാൻ. എന്റെ ഫാദറിനും മദറിനും എന്റെ അച്ഛനും അമ്മച്ചിക്കും ഞങ്ങൾ 3 മക്കളാണ്. അതിൽ ഏറ്റവും ഇളയ കുഞ്ഞായിട്ട് ജനിക്കുവാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. കത്തോലിക്ക പള്ളിയോട് ഏറ്റവും അടുത്ത ഞങ്ങളുടെ വീടാണ്. വീട്ടിലിരുന്നാൽ അവിടെ നടക്കുന്ന കുർബാനയും കാര്യങ്ങളും എല്ലാം എപ്പോഴും കേൾക്കാം. എന്റെ മാതാവിന് ഒരു നിർബന്ധമുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും എല്ലാ ദിവസവും പള്ളിയിൽ പോകണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്നും മുൻകൈ എടുത്ത് പള്ളിയിൽ പോകാൻ മുമ്പിൽ നിന്നിരുന്ന ആള് ഞാനാണ്. അപ്പോൾ അതുപോലെ ചിലപ്പോൾ എന്റെ സഹോദരങ്ങളും എന്റെ കൂടെ വന്നിരിക്കും. ശനിയും ഞായറും ആണെങ്കിൽ ചിലപ്പോൾ എന്റെ അച്ഛനും അമ്മച്ചിയും എന്റെ കൂടെ വരും, ഞങ്ങളുടെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് വരും. എങ്കിലും സ്കൂളുള്ള ദിവസം പോലും പള്ളിയിൽ പോകാൻ മുടക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ആ രാവിലത്തെ കുർബാനയിൽ ചെന്ന് പങ്കുകൊണ്ടിട്ട് മാത്രമേ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള നമ്മുടെ മദർ തെരേസായുടെ മഠത്തിൽ ശുശ്രൂഷിക്കുന്ന
ഒരു ദൈവദാസി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എപ്പോഴും എന്റെ ഈ ശുഷ്കാന്തി കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, മോളെ നിനക്ക് മഠത്തിൽ വരാൻ ആഗ്രഹമുണ്ടോ? മഠത്തിൽ പോകാൻ ആഗ്രഹിച്ച 10ാം ക്ലാസ് വരെ അങ്ങനെ മഠത്തിൽ പോകുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ 10ാം ക്ലാസ് കഴിയുമ്പോൾ നീ എന്നെ വിളിച്ചാൽ മതി, ഫോൺ നമ്പർ തന്നാൽ മതി, ഞാൻ വന്ന് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം, മഠത്തിൽ കൊണ്ടുപോകാം എന്നൊക്കെ മഠത്തിൽ പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് വരെ ദൈവത്തിന്റെ നിയോഗം അതായിരുന്നില്ല. എന്നെ ദൈവം അതിൽ നിന്നെല്ലാം മാറ്റി, ആ നിയോഗങ്ങളിൽ നിന്നൊക്കെ മാറ്റി. എങ്കിലും ദൈവം എന്നെ ഇന്ന് ദൈവത്തിന്റെ മകളാക്കി. എന്റെ ദൈവമേ, എത്രയും വലിയൊരു ഭാഗ്യത്തിനുടമയായി. എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെ നേടുന്നതിലും ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ദൈവം എനിക്ക് തന്ന ഈ പദവി. ദൈവത്തിന്റെ മകളായി അറിയപ്പെടുവാൻ കിട്ടിയ ഈ പദവി, ഇതിലും വലിയൊരു ശ്രേഷ്ഠ പദവി എനിക്കില്ല. എനിക്ക് ഈ ലോകത്തിൽ ആർക്ക് എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലും എനിക്കതൊന്നും വേണ്ട. എന്റെ ദൈവത്തിന്റെ, എന്റെ സ്വർഗത്തിലെ എന്റെ അപ്പന്റെ മകൾ എന്നറിയപ്പെടുവാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. എന്റെ അപ്പച്ചന് വേണ്ടി വേല ചെയ്യണം. പക്ഷെ അതെങ്ങനെയെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഹൃദയത്തിന്റെ നല്ല ആഗ്രഹങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിന്നല്ലെങ്കിൽ നാളെ എന്റെ ദൈവം എനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ അപ്പൊ ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ, ആ കുടുംബ പശ്ചാത്തലം കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്ന പാല എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ ദേശം. കോട്ടയം പാല എന്ന് പറയുന്നത്. അവിടെ കത്തോലിക്കരും, എനിക്ക് കൂടുതലായിട്ട് വേറെ ആരെയും എനിക്കറിയത്തില്ല. കത്തോലിക്കരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇവർ മാത്രമേ ഉള്ളൂ. വേറെ ഒരു മതവിഭാഗത്തെയും എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ജനിച്ചു വളർന്ന് കത്തോലിക്ക സ്കൂളിൽ പഠിച്ചു, കോളേജിൽ പഠിച്ചു, നേഴ്സിങ്ങിന് കടന്നു പോകാൻ ഇടയായി. അങ്ങനെ അവിടെ നിന്ന് അതിൽ നിന്നെല്ലാം കടന്നു വന്ന് നേഴ്സിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് സൗദി അറേബ്യയിലേക്ക് കടന്നു പോകാൻ ഒരു മിലിറ്ററി ഹോസ്പിറ്റൽ. ദൈവത്തിന്റെ അതിശയകരമായ ഒരു കരുതൽ എപ്പോഴും എന്റെ കൂടെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. എന്നെക്കാളും പഠിക്കാൻ കഴിവുള്ളവരെയൊക്കെ തള്ളി മാറ്റിയിട്ട് പല സമയത്തും ദൈവം എന്നെ ആ മിലിറ്ററി ഹോസ്പിറ്റലിൽ സെലക്ഷൻ കിട്ടിയപ്പോഴും ആദ്യം സെലക്ഷൻ കിട്ടിയ ഒരു മലയാളി കൊച്ചു ഞാനായിരുന്നു. ആ സൗദി ഹോസ്പിറ്റലിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒറ്റ ഒരു മലയാളി കൊച്ചായിട്ടുള്ള ആദ്യത്തെ വ്യക്തി ഞാനായിരുന്നു. അപ്പൊ ഞാൻ ഓർക്കും, ദൈവമേ, നീ എന്നെ ഇത്രമാത്രം മാനിക്കുവാൻ എനിക്ക് എന്താണ് യോഗ്യത? എനിക്ക് യോഗ്യതയൊന്നുമില്ല. പക്ഷെ എനിക്കുണ്ടായിരുന്ന യോഗ്യത ഇന്ന് ഞാൻ മനസ്സിലാക്കുക. എന്റെ ദൈവത്തെ ഞാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ മാനിക്കുമായിരുന്നു. ഞാൻ കത്തോലിക്കയിലായിരുന്നു എന്നുണ്ടെങ്കിലും ആ കത്തോലിക്ക സഭയിൽ നിൽക്കുമ്പോഴും എന്റെ ഹൃദയത്തെ അറിഞ്ഞ ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് എന്നെ ഉയർത്തിയതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. അല്ലാതെ എന്റെ കഴിവോ എന്റെ മിടുക്കോ എന്റെ സാമർഥ്യമോ ഒന്നുമല്ല. ഒരു സാമർഥ്യവുമില്ല, ഒരു കഴിവുമില്ലാത്ത ഏഴായി എന്നെ ഇത്രമാത്രം നീ എന്ത് യോഗ്യത എന്നിൽ കണ്ടുവെന്ന് ഞാൻ പലപ്പോഴും തന്നെ ഇരുന്ന് കരയാറുണ്ട്. കാരണം നമ്മുടെ കണ്ണീരിന്റെ ആവശ്യം മനസ്സിലാക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ ദൈവമാണ്. ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നമ്മൾ നിന്ദിക്കപ്പെട്ടേക്കാം, പുച്ഛിക്കപ്പെട്ടേക്കാം. പക്ഷെ നമ്മളെ അറിയുന്ന ഒരു ദൈവം, അത് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവാണ്. വേറെ ആർക്കും നമ്മളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല. ഞാൻ കടന്നു വന്ന കാര്യം ഞാൻ പറയാം. ഞാൻ 24ാമത്തെ വയസ്സിൽ ഓർത്തഡോക്സ് സഭയിലേക്കാണ് എന്നെ കല്യാണം കഴിച്ചു വിടുന്നത്. ഓർത്തഡോക്സ് സഭയിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തില്, പ്രാർത്ഥനയുള്ള ഒരു കുടുംബത്തിൽ തന്നെയാണ് കല്യാണം കഴിച്ചു വിട്ടത്. ഇവിടുത്തെ മമ്മിയുടെ ഒരു പ്രത്യേകത ഞാൻ എന്നും ഓർക്കുമായിരുന്നു. എന്നും പ്രാർത്ഥിക്കുന്ന, വെളുപ്പിന് 3 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു മമ്മിയായിരുന്നു ഇവിടുത്തെ മമ്മി. കർത്താവേ, ഞാൻ ആ മമ്മിയുടെ നിന്നൊക്കെ കുറെ ഗുണങ്ങൾ കണ്ടു പഠിച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം ഇങ്ങനെ കൗമാകളൊക്കെ മാറി എല്ലാം ചെല്ലി പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ഒക്കെ ചെല്ലുന്ന ഒരു മമ്മിയായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അതിലും ഞാൻ സന്തോഷിക്കുന്നു. പക്ഷെ അതിൽ നിന്നും ദൈവമേ, നീ എന്നെ ഈ കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് ഓർത്തഡോക്സ് കുടുംബത്തിലേക്ക് ആക്കി അവിടെ നിന്നും വിളിച്ച് വേർതിരിച്ച് എന്നെ ഒരു പെന്തക്കോസ്തലാക്കി മാറ്റിയെങ്കിൽ ആ ദൈവത്തിന് എന്താണ് ഇതിൽ നിന്ന് വിളിച്ചു പറയാനുള്ളത്? ഇവിടെയെല്ലാം നമ്മൾ സേവിച്ചിരുന്നത് നമ്മുടെ ദൈവത്തെ തന്നെയല്ലേ? പക്ഷെ ഇതിലില്ലാത്ത ഒരു സത്യം എന്താണ് ഈ പെന്തക്കോസ്തിലുള്ളതെന്ന് എനിക്ക് ഇതിനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. 16 വർഷം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ 16 വർഷം ഓർത്തഡോക്സ് സഭയിൽ ഞാൻ വിശ്വസ്തയോടുകൂടെ തന്നെ ഞാൻ നിന്നു. ഞാൻ എന്റെ ഹസ്ബൻഡ് പറയും, ചിലപ്പോൾ നിനക്ക് കത്തോലിക്ക സഭയിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഇടയ്ക്ക് വല്ലതും പോകണമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോളാൻ. പക്ഷെ ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ ഇവിടെ നിന്നാലും, നമ്മൾ എവിടെ നിന്നാലും നമ്മുടെ ദൈവത്തെ അല്ലേ വിളിച്ച് ആരാധിക്കുന്നത്, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറഞ്ഞ് ഞാൻ നമ്മുടെ ദൈവത്തെ ഓർത്തഡോക്സ് സഭയിൽ എല്ലാ പ്രാവശ്യം എല്ലാ സൺഡേയിലും മുടങ്ങാതെ ഞാൻ പോകുമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കും. അവിടുത്തെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ കാണാതെ പഠിച്ചു. ഒരു ദിവസം എന്റെ അടുത്ത് നിൽക്കുന്ന ഒരു കൊച്ചു ചോദിച്ചു, നീ ഏതോ വലിയൊരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ച ഒരു കൊച്ചാണെന്ന് തോന്നുന്നല്ലോ, കാരണം നിനക്ക് എങ്ങനെ ഇതെല്ലാം അറിയാം, നീ എങ്ങനെ ഇതെല്ലാം കാണാതെ പഠിച്ച് പറയുന്നതെന്ന്. പക്ഷെ എനിക്ക് ദൈവം തന്നെ ഒരു കൃപയായിരുന്നു. അതുമെല്ലാം ഞാൻ പ്രാർത്ഥിക്കുകയും ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെങ്കിൽ അവിടെ നിന്ന് എന്നെ ദൈവം എന്നെ വിളിച്ച് വേർതിരിക്കാനുണ്ടായ ഒരു സംഭവം എന്തെന്ന് പറഞ്ഞാല്,
ആ ഒരു ദിവസം എനിക്ക് ഒരിക്കലും എന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയുകയില്ല. 2017 ഞാൻ നമ്മുടെ ഇവിടെ പിള്ളേരുടെ സ്കൂളിൽ എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. മോള് ദിയ, മോൾക്ക് ഇന്ന് 16 വയസ്സ്, മോന് 13 വയസ്സ്. അവന്റെ പേര് ദർശൻ. അപ്പം കുഞ്ഞുങ്ങളുടെ സ്കൂൾ അടച്ച സമയത്ത് എനിക്ക് വായിക്കാൻ ഇച്ചിരി പ്രശ്നമുണ്ട്. വായിക്കാൻ പൊക്കമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ജോലി ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നടുവിന്റെ വേദന കാരണം ഞാൻ ഓർത്ത് ഇടയ്ക്കൊന്ന് പോയി ഒന്ന് തിരുമിക്കാം. എനിക്ക് L4 L5 എന്റെ ഡിസ്ക് പ്രൊലാപ്സ്ഡ് ആണ്. അപ്പം ഞാൻ ഓർത്ത് ഒന്ന് പോയി തിരുമിക്കാം എന്ന് കരുതി ഞാൻ നാട്ടിൽ പോയി. അപ്പം എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ആദ്യത്തെ 3 മാസത്തേക്ക് നീ പൊയ്ക്കോ, ഞാൻ പോകുന്ന നിന്നെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് 2 ആഴ്ചത്തേക്ക് വരാം എന്ന് പറഞ്ഞു. അപ്പം ഞാനും മക്കളും കൂടെ നാട്ടിലോട്ട് പോയി. എന്റെ വീട്ടിലൊക്കെയാണ്, എന്റെ കുഞ്ഞുങ്ങൾ എന്റെ വീട്ടിൽ നിൽക്കുന്നു. ഞാൻ ഒരു മാസത്തെ ട്രീറ്റ്മെന്റിന് ഞാൻ അവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി. തിരിച്ചു വന്നു. വേണ്ട റെസ്റ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് തിരിച്ചു വരുന്ന 3 മാസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു ദിവസം, ആ ദിവസം 2017 ഓഗസ്റ്റ് മാസമാണ്. ആ ഓഗസ്റ്റ് മാസം 19-ാം തീയതിയാണ് ഞാൻ ഇവിടെ തിരിച്ചു കയറി വരുന്നത്. വരുന്ന ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ ദേഹത്തിന് ഭയങ്കരമായ വേദന. അപ്പോൾ ഞാൻ ഓർത്ത് എന്തെങ്കിലും പനിക്കോളായിരിക്കും. എന്റെ ഫാദർ എനിക്ക് പാരസെറ്റമോളും അതുപോലെ കുറച്ച് നമ്മുടെ നാട്ടിലുള്ള ചുക്കുമെള്ളവും അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെന്റ്, അങ്ങനെയുള്ള നമ്മുടേതായ നാടൻ മരുന്നുകളൊക്കെ തന്നു വിട്ടു. മോൻ പോയിട്ട് ഒരു കുഴപ്പമില്ല, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്റെ ഫാദറിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ശതാധിപനെ പോലെയായിരുന്നു. എന്നും പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസമുള്ള ഒരു പിതാവ് എന്നിലുണ്ടായിരുന്നു. ആ പിതാവിന്റെ വിശ്വാസം ഒത്തിരി ഒന്നും ആയിരിക്കും അവർ പ്രാർത്ഥിക്കത്തില്ലെങ്കിലും ദൈവം കാത്തുകൊള്ളും എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ദൃഢമായ ഒരു വിശ്വാസം ഞാൻ കണ്ടിരുന്നു. എന്റെ അമ്മ അതുപോലെ തന്നെയായിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവും എനിക്കുണ്ടായിരുന്നു. അതൊക്കെ എന്റെ എടുത്തു പറയത്തക്ക അനുഗ്രഹങ്ങളാണ് എന്റെ കുടുംബത്തില്. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെടാനുണ്ടായ കാരണം, ഞാൻ ഇവിടെ വന്ന് ആ ദിവസം ഫ്ലൈറ്റ് കയറി വന്നു. ഇവിടെ വൈകിട്ട് 6 മണിയായപ്പോഴാണ് ഞാൻ ഇവിടെ ലാൻഡ് ചെയ്യുന്നത്. വന്ന് എനിക്ക് ദേഹത്തിന് ഭയങ്കര വേദന. ഞാൻ വന്ന കൊണ്ടേ തന്നെ ഞാൻ കയറി കിടന്ന് രാത്രി 11 മണിയാകും ഞാൻ എണീറ്റ് എന്റെ ദൈവം, ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ, ഞാൻ പ്രാർത്ഥിക്കാതെ എങ്ങനെയാ കിടക്കുന്നതെന്ന് ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി എണീറ്റ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു വചനമാണ് യെരമ്യാവിന്റെ പുസ്തകം, ജെറമ്യാ ചാപ്റ്റർ 10 വേഴ്സ് 1-5. അത് ഞാനൊന്ന് വായിക്കാം. ഇസ്രായേൽ ഗൃഹമേ, യഹോവ നിങ്ങളോട് അരുളി ചെയ്യുന്ന വചനം കേൾപ്പിൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ക്രമിക്കുകയും വരുത്. ജാതികളല്ലോ അവ കണ്ട് ക്രമിക്കുന്നത്. ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു. അത് ഒരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവരുന്ന മരവും ആശാരി വാച്ചിക്കൊണ്ട് ചെയ്ത് പണിയുമത്രേ. അവർ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു. അത് ഇളകാതിരിക്കേണ്ടതിന് അവർ അതിനെ ആണിയും ചുറ്റികയും കൊണ്ട് ഉറപ്പിക്കുന്നു. അത് വെള്ളരിത്തോട്ടത്തിലെ തൂൺ പോലെയാകുന്നു. അവ സംസാരിക്കുന്നില്ല. അവയ്ക്ക് നടപ്പാൻ വഹിയാത്തത് കൊണ്ട് അവയെ ചുമന്നു കൊണ്ടുപോകണം. അവയെ ഭയപ്പെടരുത്. ഒരു ദോഷവും ചെയ്യുവാൻ അവയ്ക്ക് കഴിയുകയില്ല. ഗുണം ചെയ്യുവാനും അവയ്ക്ക് പ്രാപ്തിയില്ല. അപ്പോൾ ഞാൻ ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുക, ദൈവമേ, ഈ വചനത്തിൽ എന്താണ് ദൈവമേ നീ എന്നോട് സംസാരിക്കുന്നത്? അപ്പോൾ ഇതിന്റെ മുമ്പായിട്ടുണ്ടായ ഒരു പശ്ചാത്തലം, ഇതിന്റെ തൊട്ട് 1 വർഷം മുമ്പ് 2016 ഞാൻ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡാളസിലുള്ള സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് അവിടെ അവിടുത്തെ പെരുന്നാൾ നടക്കുകയാണ്. ആ പെരുന്നാളിന്റെ സമയത്ത് ഞാനിങ്ങനെ ഒത്തിരി ഒരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത് നന്നായിട്ട് വസ്ത്രവും അതിന് പറ്റിയ എല്ലാ വസ്ത്രങ്ങൾക്കും ചേരുന്ന ആഭരണങ്ങൾ എന്റെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം ഇട്ട് ഒരുങ്ങി നടക്കുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു ആളായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ അന്ന് ആ റാസയുടെ സമയത്തും ഞാൻ അതുപോലെ തന്നെ സാരിയൊക്കെ ഉടുത്ത് നല്ലതായിട്ട് ഒരുങ്ങി ഞാൻ അങ്ങനെ ആ റാസ കൂടാൻ പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒത്തിരി എന്തൊക്കെയോ നമ്മുടെ അന്നത്തെയൊക്കെ ജഡത്തിന്റെ മോഹങ്ങളായിരുന്നു കൂടുതലായിട്ട് മുമ്പിൽ നിന്നോണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പോയി ആ റാസ കൂടിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് അതെല്ലാം കഴിഞ്ഞ് എന്റെ ഹസ്ബൻഡ് എന്റെ എന്ന് ഞാൻ നോക്കുമ്പോൾ എന്റെ ഹസ്ബൻഡിനെ കാണുന്നില്ല. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ, എന്റെ ഹസ്ബൻഡ് ഞാൻ കൂടെ നിന്നിരുന്ന കൂട്ടുകാരോട് ചോദിച്ചു. ഞാനും മക്കളും അന്ന് വൈകിട്ടാണ് പെരുന്നാൾ കിടന്നിറങ്ങി. അപ്പോൾ സൗജാന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, സൗജാന്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, സൗജാനെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സാബു വണ്ടിയിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയിൽ ചെന്ന് നോക്കുമ്പോൾ മദ്യപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഞാൻ കാണുന്നത്. എനിക്കത് ഒട്ടും താങ്ങാൻ കഴിഞ്ഞില്ല. അത് ഭയങ്കരമായിട്ട് എനിക്ക് വേദന ഉളവാക്കിയ ഒരു സംഭവമായിരുന്നു. ഞാൻ സൗജ എന്ന് വിളിക്കുമ്പോൾ ഈ സ്റ്റിയറിംഗിലേക്ക് തല കുനിച്ച് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, സൗജ, ഈ പള്ളിയുടെ മുറ്റത്ത് ഇരുന്ന് കുടിക്കാൻ എങ്ങനെയാ തോന്നിയത്? ഇത് ഇന്ന് റാസം നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എവിടെ ഇരുന്ന് മദ്യപിക്കാൻ തോന്നുന്നു? അപ്പൊ ഞാൻ ഓർത്തു, ഇവർ കൂട്ടുകാർ കൂടി അവിടെ വെച്ച് മദ്യപിച്ചത് എനിക്ക് ഒത്തിരി വേദന ഉളവാക്കിയ ഒരു സമയമായിരുന്നു. അന്ന് ഞാൻ കരഞ്ഞ് ആ പള്ളിയുടെ മുറ്റത്ത് നിന്ന് കരഞ്ഞു പറഞ്ഞു, കർത്താവേ, ഇതിന്റെ അകത്ത് ഒരു സത്യമുണ്ടെങ്കിലേ ദൈവം
ദൈവമേ നീ എന്നെ ഇത് കൂടിക്കാവുള്ളേ എന്ന് 2016 ഞാൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. അന്ന് അവിടെ നടക്കുന്ന റാസ നടക്കുന്ന സമയത്ത് കൃത്യം 2017 ഒരു വർഷമായപ്പോൾ ദൈവം എന്നോട് വചനത്തിലൂടെ സംസാരിക്കുവാണ്, ഇതിന്റെ അത് സത്യമില്ല എന്ന്. അത് മനസ്സിലാക്കി അന്ന് അങ്ങനെ അതാണ് യെരമ്യാ പ്രവചനം 10:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലൂടെ ദൈവം എന്നോട് പറയുവാണ്, നീ ഇവര് മിഥ്യാമൂർത്തികളെയാണ് സേവിക്കുന്നത്. ആ സേവിക്കുന്നതിൽ കർത്താവേ സ്തോത്രം, കർത്താവേ എന്റെ ദൈവമേ നീ എന്നോട് വിളിച്ചു പറയുന്നത് ഇതാണോ? ഇതിന്റെ അകത്ത് നീ വിശ്വസിക്കരുത്, ഇതിന്റെ അകത്ത് സത്യമില്ല എന്നാണോ പറയുന്നത്? അന്ന് ഞാൻ എന്നെ തന്നെ താഴ്ത്തി ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്നോട് തന്നെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുക്കുന്ന ഒരു ദിവസമായിരുന്നു അന്ന്, ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞു, ഇല്ല, എന്റെ ദൈവം എന്നോട് വാക്ക് പറഞ്ഞെങ്കിൽ വാക്ക് മാറാത്ത ദൈവമാണ്. ഇതിന്റെ അകത്തൊരു സത്യമില്ല എന്ന് എന്നോട് വിളിച്ചു പറയുന്ന ഒരു ദൈവം. എന്റെ ചെവിയിലിരുന്ന് അന്ന് ആരോ മന്ത്രിക്കുകയാണ്, ഇതിന്റെ അകത്തൊരു സത്യമുണ്ടെങ്കിൽ ദൈവമേ നീ എന്നെ അറിയിക്കണമേ എന്ന് പറഞ്ഞ എന്റെ ആ വാക്കുകൾ അതേ സമയത്ത് എന്റെ കാതുകളിൽ മുഴുകി കേൾക്കുവാൻ എനിക്കിടയായി. ഇതെല്ലാം ഞാൻ മറന്നുപോയി. ഈ ഒരു വർഷമെല്ലാം ഞാൻ ഇതെല്ലാം മറന്നുപോയിട്ട് ഞാൻ പിന്നെയും പള്ളിയിൽ പോകുകയും അവിടെ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷെങ്കിലും ദൈവമേ നീ എന്നോട് ഇന്ന് പറയുകയാണോ ഇതിന്റെ അകത്ത് സത്യമില്ല എന്നുണ്ടെങ്കിൽ ഈ സത്യമില്ലാത്ത അതെടുത്ത് ഇനി എനിക്ക് പോകണ്ട എന്ന് പറഞ്ഞ് അന്ന് ഞാൻ എന്നോട് തന്നെ ഒരു തീരുമാനം ചെയ്തു, ഇല്ല ഞാൻ പോകത്തില്ല. പിറ്റേ ദിവസം സൺഡേ ആണ്. എന്റെ ഹസ്ബൻഡ് മക്കള് രണ്ടും കൂടെ പള്ളിയിൽ പോകാനിടയായി. എന്നോട് ചോദിച്ചു, നീ വരുന്നോ ഇന്ന്? അല്ല, അന്ന് എനിക്ക് വയ്യാതെയും കിടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല. പിന്നെ എന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടുകാർ എന്തെങ്കിലും പറഞ്ഞാൽ അവർ പറയുന്നത് അതേപടി അനുസരിക്കും, അതേപടി കേൾക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ് ഞാൻ. എന്റെ കൂടെ അന്ന് എന്റെ ഒരു ഫ്രണ്ട് പ്രിയ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി എന്നെ ടെസ്റ്റ് ചെയ്തിട്ട് അവൾ പറയാനിടയായി, ദിനി നീ ചർച്ചിൽ വരണം, ഇന്ന് നമ്മുടെ പെരുന്നാളാണ്, റാസ് നടക്കുകയാണ്, നമുക്ക് പോയറിൽ കയറാമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല, എനിക്ക് ശരീരത്തിന് വയ്യ. അന്ന് ആക്ച്വലി ഞാൻ അവളെ ടെസ്റ്റ് ചെയ്താണ് പറഞ്ഞത്. ഞാൻ വിളിച്ച് പറയാൻ എനിക്ക് വയ്യായിരുന്നു, ടെസ്റ്റ് ചെയ്ത് എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എന്റെ 2017 എന്നോട് ഇടപെട്ട ആ ദൈവം വചനത്തിലൂടെ എന്നോട് സംസാരിച്ചു, ഇതിന്റെ അത് ഒരു സത്യവുമില്ല എന്ന്. അതെനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായി. കാരണം കത്തോലിക്കലും ഓർത്തഡോക്സിലും നിന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവം ദൈവവചനത്തിലൂടെ അന്ന് ആദ്യമായിട്ട് എന്നോട് സംസാരിക്കുകയായിരുന്നു. അത് ദൈവം എനിക്ക് ആരോ എന്റെ ഹൃദയത്തിലിരുന്ന് ഇങ്ങനെ മന്ത്രിക്കുന്നത്, എന്റെ ശരീരം ഒരു സ്വരം കേൾക്കുന്നത് ഞാൻ ഒന്ന് വ്യക്തമായിട്ട് കേട്ടു. അതോടുകൂടെ ഞാൻ തീരുമാനിച്ചില്ല. അത് കഴിഞ്ഞു അതിന്റെ ഫോളോയിങ് സൺഡേയില് ഞാൻ നമ്മുടെ പ്രെയർ ലൈനിൽ കടന്നു വന്ന് പറഞ്ഞ് സുനു എന്ന് പറയുന്ന സഹോദരിയുടെ കൂടെ, സുനു എന്റെ ഫ്രണ്ടാണ്, സുനുവിന്റെ കൂടെ ഞാൻ ചർച്ചിൽ കടന്നു പോകാൻ, അവളുടെ ചർച്ചിൽ ഇറങ്ങിലെ മനോജ് പാസ്റ്റർ ആണെന്ന് അവിടെ കടന്നു പോകാൻ ഇടയായി. അന്ന് ഒരു പ്രാവശ്യത്തെ അവിടുത്തെ ഒരു വചനം, അന്നത്തെ ഒരു ശുശ്രൂഷ കേട്ടപ്പോൾ എന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. ആ വചനം കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കൊതിച്ചിരുന്നത്. എന്തൊക്കെ ഞാൻ എവിടെയൊക്കെ പോയാലും എന്തിനോ വേണ്ടി ഞാൻ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അതെന്റെ ദൈവമേ നിന്റെ വചനം ശ്രദ്ധിപ്പാനായിരുന്നല്ലോ എന്നുള്ളത് മനസ്സിലായി. അന്ന് ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, ഇല്ല ദൈവമേ, ഇത്രയും വർഷം ഞാൻ എന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. കർത്താവേ, ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ അത് എന്റെ ക്രിസ്തുവിന് വേണ്ടിയായിരിക്കും. ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കും എന്നുള്ള ഒരു തീരുമാനം. ഒരു മകൾ ഒരു വിശ്വാസത്തിൽ കടന്നു വരുമ്പോൾ അതിന്റെ ഒത്തിരി പരിണിത ഫലങ്ങളുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഒത്തിരി കർത്താവേ, എന്റെ ഹസ്ബൻഡ് ഹല്ലേലൂയ സ്തോത്രം കർത്താവേ, ഇന്നൊക്കെ കഴിഞ്ഞു പോയ ദിവസങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വിഷമവും സങ്കടങ്ങളൊക്കെ ഉണ്ട് കർത്താവേ. ചിലപ്പോൾ ദാനിയേൽ സിംഹക്കുഴിയിൽ പോയ അവസ്ഥകൾ പലപ്പോഴും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും കടിച്ചു കയറുന്ന അവസ്ഥകൾ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളെ 2 പേരെയും അവർക്ക് 18 വയസ്സ് കഴിയാതെ അവരെ ഇവിടെ നിന്ന് ഈ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പെന്തക്കോസ്ത് ചർച്ചിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നോട് അങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ കൊണ്ടുപോകത്തില്ല. ദൈവം എന്ന് അവരെ വിളിക്കുന്നു, ദൈവം എന്ന് അവർക്കത് ഉള്ളിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു, ആ ഒരു ദിവസം മാത്രമേ ഞാൻ കൊണ്ടുപോയുള്ളൂ. പക്ഷെ എന്നും ഞാൻ ആത്മാർത്ഥമായി അറിഞ്ഞ ദിവസം മുതൽ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ എന്റെ കുഞ്ഞുങ്ങളെയും കർത്താവേ എന്റെ ഭർത്താവിനെയും ദൈവമേ നീ എനിക്ക് വിട്ടു തരണമേ കർത്താവേ, അവരെ സർവ്വോന്നതത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. 11 വയസ്സൊന്നുണ്ടായിരുന്ന എന്റെ മോൻ 2 മാസം കഴിഞ്ഞപ്പോൾ അപ്പായോട് പറയാനിടയായി, അപ്പ ഞാൻ അമ്മയുടെ കൂടെ ഒരു ദിവസം ഞാനൊന്ന് ചർച്ചിൽ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ സൗജൻ സമ്മതിച്ചു, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞ് എന്റെ കൂടെ ആദ്യമായിട്ട് ചർച്ചിൽ കടന്നു വരാനിടയായി. 11 വയസ്സുള്ള കുഞ്ഞിനെ എന്ത് മനസ്സിലായിട്ടാണെന്ന് എനിക്കറിയത്തില്ല. അവൻ കടന്നു വന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇനി അമ്മയുടെ കൂടെ ചർച്ചിലേ പോകുന്നുള്ളൂ. ഓർത്തഡോക്സ് ചർച്ചിൽ എന്നും പറയുന്നത് തന്നെയാ പറയുന്നത്, ഭയങ്കര റെപ്പിറ്റേഷനാണ്, അതുകൊണ്ട് ഞാൻ പോകുന്നത് ഇനി അമ്മയുടെ കൂടെയാണെന്ന് പറഞ്ഞു.
ഞാൻ ഓർത്ത് കർത്താവെ, ആ ഉള്ളത്തെ തുറക്കാൻ ദൈവമേ നിനക്ക് കഴിഞ്ഞുവെങ്കിൽ കർത്താവെ എന്റെ മകളോടും എന്റെ ഹസ്ബൻഡിനോടും സംസാരിക്കുവാനും നിനക്ക് കഴിയും. അപ്പോഴും വാ പൂട്ടിയ ദൈവമുണ്ട്. എന്റെ ഹസ്ബൻഡ് എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. കർത്താവെ സ്തോത്രം. ഒത്തിരി മുൻകോപി, പക്ഷെ നല്ലൊരു മനുഷ്യനാണ്. മുൻകോപിയായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് കർത്താവെ അതിനെ സമ്മതിച്ചതെന്ന് എനിക്കറിയില്ല. അന്നും ആ മകൻ കർത്താവെ സ്തോത്രം, അപ്പാ സ്തോത്രം, എന്റെ കുഞ്ഞ് എന്റെ കൂടെ പോരുന്നതിന് സമ്മതിച്ചു. അത് എന്റെ മോള് അന്ന് 13 വയസ്സുണ്ട്, 14 വയസ്സാവുന്നു. അപ്പോൾ അവൾ ആ ടീനേജിൻ്റെതായ പ്രായം. അവൾക്ക് കൂട്ടുകാരിയൊക്കെ വിട്ടുപിരിഞ്ഞ് പോരാനുള്ള മടി. അവൾ പറഞ്ഞില്ല, ഞാൻ പോരത്തില്ല, ഞാൻ അപ്പാടെ കൂടെ മാത്രമേ പോവുള്ളൂ. അങ്ങനെ അവളും അപ്പായും കൂടെ ഓർത്തഡോക്സ് ചർച്ചിൽ പിന്നെയും പോയി തുടങ്ങി. അങ്ങനെയൊക്കെ പോയി വന്ന് നിൽക്കുന്ന സമയത്ത് ഇവിടെ പള്ളിയിലെ അച്ഛൻ കടന്നു വരാനിടയായി. പലരും സഭയിൽ നിന്ന് എന്നെ വിളിച്ച്, ആ പള്ളിയിൽ നിന്ന് വിളിച്ച് പറയാനിടയായി, നീ കുടുംബം തകർക്കുകയാണ്, നീ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, നീ ചെയ്താൽ അങ്ങനെ ചെയ്താൽ നിന്റെ മോളുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ, എന്താകുമെന്നൊക്കെ പറഞ്ഞു. ദൈവം എങ്കിലും ഞാൻ വിശ്വസിച്ചു. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞവൻ വാക്ക് മാറാത്തവനാണ്. എന്റെ കുഞ്ഞിനെ വിടുവിപ്പാൻ എന്റെ ദൈവം മതിയായവനാണ്. 8 മാസം അങ്ങനെ കഴിഞ്ഞപ്പോൾ എന്റെ കുഞ്ഞ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, അമ്മയുടെ കൂടെ ഞാനും വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ 8 മാസം കഴിഞ്ഞപ്പോൾ എന്റെ മോളും ഒരു ദിവസം എന്റെ കൂടെ അവിടെ ചർച്ചിൽ കടന്നു വരാനിടയായി. ആദ്യമൊന്നും അവൾക്ക് അത് ഇഷ്ടമായില്ല. നമ്മുടെ കൈയടിയും ആരാധനയും ഒന്നും അവൾ കൈയടിക്കാതെ ആരാധിക്കാതെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ എന്റെ കുഞ്ഞിനോട് ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? ദൈവമേ എനിക്ക് പറയാൻ പറ്റത്തില്ല. മനുഷ്യരാലെ സാധ്യമാക്കുന്ന ഒരു ദൈവം എന്റെ കൂടെയുണ്ടല്ലോ. കർത്താവേ എന്റെ കുഞ്ഞിന്റെ ഹൃദയത്തോട് അങ്ങ് തന്നെ ഇടപെടണമേ എന്ന്. കർത്താവേ സ്തോത്രം. പിന്നെയും അവൾ അത് കഴിഞ്ഞ് 1 മാസത്തോളം പിന്നെയും ഓർത്തഡോക്സ് ചർച്ചിൽ പോയി. പിന്നെയും തിരിച്ച് എന്റെ കൂടെ തന്നെ തിരിച്ച് പെന്തക്കോസ്ത് സഭയിലേക്ക് വരുവാൻ തുടങ്ങി. കർത്താവെ, ദൈവം എന്റെ ജീവിതത്തിൽ തന്ന ആ 2 വലിയ അനുഗ്രഹം, എന്റെ 2 കുഞ്ഞുങ്ങളെ എന്റെ ദൈവം എനിക്ക് ഈ ദൈവസഭയോട് ചേർക്കുവാൻ എന്റെ ദൈവം എനിക്ക് വലിയൊരു ഭാഗ്യം തന്നു. ആ കുഞ്ഞുങ്ങൾ ഇന്ന് ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. അവർ സ്നാനപ്പെട്ടു, അവർ ദൈവത്തിന്റെ പൈതങ്ങളായി തീർന്നു. അതിലും വലിയൊരു ഭാഗ്യം എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടാനില്ല. വാക്ക് പറഞ്ഞ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇന്ന് എന്റെ സൗച്ചാൻ മാത്രമേ ഈ വിശ്വാസത്തിൽ കടന്നു വരാത്തതുള്ളൂ. ആ സൗച്ചാന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്ന് അരുളി ചെയ്ത് ജോഷുവയെ പോലെ കർത്താവ് ഒരു ചൗലിനെ പോളാക്കി മാറ്റിയ ഒരു ദൈവമുണ്ടെങ്കിൽ, ഒരു ദിവസം വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞാനും എന്റെ യഹോവയെ സേവിക്കുക തന്നെ ചെയ്യും. ആ ദൈവത്തിന് ഒരു സാക്ഷിയായി മാറുന്നതിലും വലിയൊരു സൗഭാഗ്യം എന്റെ ജീവിതത്തിൽ ഇല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ കടന്നു വരുമ്പോഴൊക്കെ എന്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ, എന്റെ ജോലി സ്ഥലത്ത് നിന്ന് ഒക്കെ പല പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ തട്ടി മാറ്റി എന്റെ ദൈവം ഓരോരിടത്തും എന്നെ മാനിച്ച കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ രക്ഷിക്കപ്പെട്ട് ഞാൻ ചെല്ലുന്ന ആ സമയത്ത് ഞാൻ ആഭരണം ഉണ്ടായ ഒരു കാരണം കൂടെ ഞാൻ പറയാം. ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാർച്ച് മാസം 28-ാം തീയതി 3 മണിയായപ്പോൾ വെളുപ്പിന് ഞാൻ ഇങ്ങനെ രാവിലെ വെളുപ്പിന് ഇങ്ങനെ എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്കൊന്ന് പോയി പ്രാർത്ഥിക്കണമെന്ന് തോന്നി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വാക്യം ഞാൻ വചനമെടുത്ത് പിന്നെയും വായിക്കാനിടയായി. അപ്പോൾ എനിക്ക് എസെക്കിയേലിന്റെ പുസ്തകം 7:19 ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. അവർ തങ്ങളുടെ വെള്ളി വീതികളിൽ എറിഞ്ഞു കളയും, പൊന്ന് അവർക്ക് മലമായി തോന്നും. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല. അതിനാൽ അവരുടെ വിശപ്പടങ്ങുകയുമില്ല, അവരുടെ വയറ് നിറയുകയുമില്ല. അത് അവർക്ക് അകൃത്യ ഹേതുവായിരുന്നുവല്ലോ. അതിന്റെ 20-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ആഭരണങ്ങളുടെ ഭംഗി അവർ ഡംബത്തിനായി ഉപയോഗിച്ചു. അതെ, ആഭരണങ്ങളുടെ ഭംഗി ഡംബത്തിനായി ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ദൈവമേ, എസെക്കിയേലിന്റെ പുസ്തകം 7:19 ദൈവം എന്നോട് അന്ന് വെളുപ്പിന് 3 മണിക്ക് മാർച്ച് 28, 2018 ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പ് എന്നോട് സംസാരിച്ചു. അന്ന് ഞാൻ എന്റെ ആഭരണങ്ങൾ അന്ന് 3 മണിക്ക് ഞാൻ ഊരിയിട്ട് ഞാൻ പറഞ്ഞു, ഇല്ല, ഇതെനിക്ക് വേണ്ട. ഞാനിത് ഊരി ഞാൻ ജോലിയിൽ കടന്നു ചെന്നപ്പോൾ കർത്താവെ, എന്റെ കൂട്ടുകാർ മലയാളികളായ ഒത്തിരി പേര് എന്റെ കൂടെയുണ്ട്. അവരൊക്കെ എന്നോട് ഒത്തിരി എതിർത്തു. എന്നോട് പറഞ്ഞു, ബിനിമോൾ നീ ഇതെന്താ ചെയ്തത്? അന്ന് ഞാൻ ഇവർക്ക് ആർക്കും അറിയത്തില്ല ഞാൻ പെന്തക്കോസ്ത് സഭയിൽ പോയി തുടങ്ങിയെന്ന്. കാരണം ഞാൻ ആഭരണം ഇട്ടിട്ടുണ്ട്. ആർക്കും അറിയാതെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. കാരണം കൂടെയുള്ള ജോലി ചെയ്യുന്നവരിൽ ആരും എന്റെ ചർച്ചിൽ വരുന്നില്ല. അങ്ങനെ അവർക്കറിയത്തില്ല. പക്ഷെ അന്ന് അവിടെ ചെന്നപ്പോൾ ഞാൻ ആഭരണം ഊരി കണ്ടപ്പോൾ അവരെന്നോട് ചോദിക്കുക, ബിനിമോളെ നീ എന്താ ചെയ്തത്? അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ പെന്തക്കോസ്ത് സഭയിൽ പോയി. ഇത് നീ ചെയ്തത് വലിയ അബദ്ധമാണ്. നീ കത്തോലിക്ക വിട്ട് ഓർത്തഡോക്സിൽ ചെന്നത് കൊണ്ടാണ് നീ അത് ചെയ്തത് എന്ന് പറഞ്ഞ് കുറെ പേര് എന്നെ, നീ കത്തോലിക്കയിലോട്ട് തിരിച്ചു വരണം, നീ മാതാവിനെ ഇതിനെ എല്ലാം വിട്ട് നീ പോയിട്ടാണ് നീ ഇതെല്ലാം നീ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് $1,000,000 തരാമെന്ന് പറഞ്ഞാൽ
ഞാൻ ഈ അറിഞ്ഞ വിശ്വാസത്തിൽ നിന്ന് ഞാൻ മാറത്തില്ല. ദൈവം എന്നെ വിളിച്ചതാണ്, ഇതെല്ലാം ബോധ്യമായിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ദൈവം അന്ന് എന്നെ ഈ ആഭരണം ഒരുവെക്കാൻ മാർച്ച് 28, 2018 എന്റെ ആഭരണവും ഒരുവാൻ എന്നെ അനുവദിച്ചു. ഇതിന് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തിരുന്ന, അല്ലെങ്കിൽ ഒരുങ്ങി നടക്കുന്നത്, അതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലുത് എന്നൊക്കെ കരുതിക്കൊണ്ടിരുന്ന എന്നെ ദൈവം ആ ജഡത്തിന്റെ മുഖങ്ങളെയൊക്കെ എന്നിൽ നിന്ന് മരിപ്പിക്കാൻ എനിക്കിടയായി. അങ്ങനെ ഞാൻ ആഭരണം ഊരിയത് മുതൽ കാണുന്നവരൊക്കെ കാണുമ്പോൾ ചോദിക്കാൻ തുടങ്ങി, ബിനുമോളെ നീ എന്താണ്? അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ദൈവമേ, ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ജീവിക്കുന്ന ഒരു സാക്ഷിയായി മാറിക്കൊണ്ടിരിക്കുക. ഈ ആഭരണം ഊരിയത് കൊണ്ട് എനിക്ക് പലരോടും എന്റെ ഈ അനുഭവത്തെ കുറിച്ച് പറയുവാൻ പറ്റി. ഞാൻ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ എങ്ങനെ വന്നു എന്ന്. അങ്ങനെ ഞാൻ പലർക്കും ആ ഹോസ്പിറ്റലിൽ ഒരു സാക്ഷിയായി മാറി. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പന, ജലത്തിൽ സ്നാനമേൽക്കുവാൻ ദൈവം എന്നെ 2018 ഏപ്രിൽ 29 മുഴുകൽ സ്നാനമേറ്റ് ദൈവത്തിന്റെ പൈതലായി തീരുവാൻ ദൈവം എന്നെ അനുവദിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ളൂ, കർത്താവെ, ഇതറിയാതെ അനേകർ കർത്താവെ നാശത്തിന്റെ മക്കളായിരിക്കുന്നു. ആത്മാക്കളുടെ വിടുതൽ, കർത്താവെ സ്തോത്രം. ഈ ഓർത്തഡോക്സ് സഭയിലും യാക്കോബേ സഭയിലും കത്തോലിക്ക സഭയിലും CSI ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ പലതരമുള്ള അവരൊക്കെ നല്ല മക്കളാണ്. മക്കളെ ദൈവമേ, അവരൊക്കെ ഒത്തിരി അവരൊക്കെ ദൈവത്തെ അറിയാഞ്ഞിട്ട് അവരുടെ അവർ ദൈവത്തെ അറിയുന്ന, അവർ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽപ്പെട്ട് ആ ഈ ലോകത്തിൽ കിട്ടുന്ന സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ കാണുമ്പോൾ അതാണ് ഏറ്റവും വലുത് എന്ന് വിചാരിച്ച് മുന്നിൽ നിൽക്കുക. പക്ഷെ അതല്ല, നമ്മുടെ ജീവിക്കുന്ന ദൈവത്തെ അറിയാൻ പറ്റിയതാണ്, ദൈവത്തെ നീതിയിലാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്കതെല്ലാം തപ്പും തവറും എന്ന് കരുതി വലിച്ചെറിയുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നമ്മൾക്ക് ആ ദൈവമക്കളെ ഒക്കെ ഓർത്ത്, അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്, അവരാരും നശിച്ചു പോകേണ്ടവരല്ല. അവരെയൊക്കെ നമ്മൾക്കൊരു ആത്മഭാരം വേണം. ദൈവമേ, ഞാൻ കാണുന്നവര്, നമ്മുടെ പാസ്റ്റർ എപ്പോഴും ചിലപ്പോൾ നമ്മളോട് പറയാറുണ്ട്, എവിടെ കടന്നു ചെന്നാലും നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ, ആത്മാഭിഷേകം പ്രാപിച്ചതാണോ എന്തൊക്കെ ചോദിക്കുമെന്ന്. നമ്മൾ കാണുന്നവരോടൊക്കെ നമുക്കൊരു സുവിശേഷം പറയുവാൻ നമുക്കൊരു വാഞ്ച വേണം. നമ്മൾക്ക് അവരും രക്ഷിക്കപ്പെടണം. അവരാരും നമ്മൾ പറയാതിരുന്നതിന്റെ പേരിൽ അവരാരും നരകത്തിൽപ്പെട്ട് പോകാൻ ഇടവരരുത്. അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ പെന്തക്കോസ്തുകാരാണെങ്കിൽ മാതൃകയില്ല. ഞാൻ പിന്നെ നിങ്ങളോട് ഒരു കാര്യം, ഞാൻ ഒത്തിരി പെർഫെക്റ്റ് അല്ല കേട്ടോ, എന്നിൽ ഒത്തിരി കുറവുകളുണ്ട്, ഞാനും മാറുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ അറിഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. പെന്തക്കോസ്ത് സമൂഹത്തിൽ തന്നെ നിന്നുകൊണ്ട് ലോകത്തെയും ദൈവത്തെയും സേവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് കണ്ട് അനേകം ദൈവഭാഗത്ത് നിന്ന് മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തികളാകാൻ നമ്മൾ ആയി തീരരുത് എന്ന് ഞാൻ നിങ്ങളോട് ഹമ്പിളായിട്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം അത് കണ്ട് ഞാൻ ഈ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഒത്തിരി മടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ദൈവമേ, ഇവര് പറയുന്നതൊന്ന്, ഇവരുടെ പ്രവൃത്തി ഒന്ന് എന്ന് പറഞ്ഞ അനേകർ, കാരണം ഒരു മാതൃകയില്ലാത്ത ഒരു ജീവിതം നയിക്കുന്ന അനേകരെ ഞാൻ ഇവിടെ അമേരിക്കയിൽ കടന്നു വന്നിട്ടാണ് ഞാൻ പെന്തക്കോസ്തുകാരെ യഥാർത്ഥത്തിൽ കാണുന്നത്. ഞാൻ അതിനു മുമ്പ് ഇവരെ കണ്ടിട്ടില്ല. കാരണം ഞാൻ ഓർക്കും, ദൈവമേ, ഇതെന്താണ് ഈ പെന്തക്കോസ്ത് വിശ്വാസം, ഇങ്ങനെയാണ് ഇവർ പറയുന്നത്, പ്രവർത്തിക്കുന്നത്. പക്ഷെ ഈ വിശ്വാസത്തിൽ, യഥാർത്ഥ വിശ്വാസത്തിൽ കടന്നു വന്ന് കഴിഞ്ഞപ്പോഴാണ് എന്റെ ദൈവമേ, ഇതിൻ്റെ അകത്ത് ഇതിനും നല്ല ഒരു കൂട്ടം ജനമില്ല. കാരണം ഇത്രയ്ക്കും ദൈവത്തെ ആരാധിക്കുന്നവർ. നമ്മൾ ഒരിക്കലും ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അത് ആത്മാർത്ഥതയോട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം വേറെയില്ല. കത്തോലിക്കൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. പക്ഷെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് എത്രമാത്രം പ്രാർത്ഥിച്ചുവെന്ന് എനിക്കറിയത്തില്ല. ഓർത്തഡോക്സിൽ നിന്നപ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ ഞാൻ ഒരു വാക്കുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് ഞാൻ ആരോടെങ്കിലും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേദന, അവരുടെ വേദന, ഞാൻ എന്റെ വേദനയായിട്ട് ഞാൻ എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ സ്തോത്രം, അത് വേറൊരിടത്തും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന ആരെങ്കിലും തന്നെ വിശ്വാസത്തിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുകയാണ്, എന്റെ ദൈവമക്കളെ, നിങ്ങൾ മടിച്ചു നിൽക്കണ്ട. നിങ്ങൾ ആദ്യമായിട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാം. നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്റ്റെപ്പ് എടുത്ത് വെക്കും. നമ്മൾ ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാനാണ് നമ്മുടെ ദൈവം നോക്കി നിൽക്കുന്നത്. നമ്മൾ ആ ദൈവത്തെ, നമ്മുടെ ദൈവം വലിയവനാണ്, വിടുവിപ്പാൻ മതിയായവനാണ്. ആരും നമ്മളെ രക്ഷിക്കാനില്ലെങ്കിലും നമ്മളെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ദയവായി പറയുകയാണ്, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ എങ്ങനെയാണ് ഞാൻ കടന്നു വന്നത് എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുകൊള്ളാം. എന്റെ ചേച്ചിയാണ് ഈ കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ഈ വിശ്വാസത്തിൽ കടന്നു വരാൻ ഇടയായത്. അത് 10 വർഷങ്ങൾ, ഓൾമോസ്റ്റ് 12 വർഷത്തോളമായി എന്റെ ചേച്ചി വിശ്വാസത്തിൽ കടന്നു വന്നിട്ട്. ചേച്ചി
ലണ്ടനിലായിരിക്കുമ്പോഴാണ് വിശ്വാസത്തിൽ കടന്നു വരുന്നത്. എപ്പോഴും ലണ്ടനിൽ തന്നെയാണ്. പക്ഷേ ചേച്ചിയുടെ ജീവിതത്തിലും അതുപോലെ കുറച്ച് പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ ഉണ്ടായി. കുഞ്ഞിന്റെ അസുഖം, 3 വയസ്സുള്ള ഒരു കുഞ്ഞിന് നെഫ്രോട്ടിക് സിൻഡ്രോമായിട്ട് കുഞ്ഞ് ഭാരപ്പെടുന്നതും വിഷമിക്കുന്നതും ഒക്കെ കണ്ട് അവന്റെ ജീവിതം അവൻ മരണപ്പെട്ടു പോകും. ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ടുണ്ടായ കുഞ്ഞാണ്. കർത്താവേ സ്തോത്രം. കർത്താവേ, അവന്റെ അങ്ങനെയുള്ള ഒരു ദുഃഖത്തിന്റെ പേരിലാണ് ഈ ചേച്ചി പെന്തക്കോസ്ത് വിശ്വാസത്തിൽ പോയത് എന്ന് ഞങ്ങൾ കരുതി. ഏറ്റവും എതിർത്ത് ആ ചേച്ചി പറയുമ്പോഴൊക്കെ അതിൽ ഏറ്റവും എതിർത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇത് സത്യമല്ല, കാരണം കത്തോലിക്കൽ ഉറച്ചു നിന്നിരുന്ന ഞാൻ എന്റെ ചേച്ചിയോട് എന്നും നിന്ന് വാദിക്കുമായിരുന്നു, നീ പറയുന്നത് ശരിയല്ല, നീ പറയുന്നത്, കാരണം ഇത് നീ നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് അല്ലെങ്കിൽ നിനക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നീ എവിടെയോ പോയതാണ് എന്ന് പറഞ്ഞ് വാദിച്ചെതിർത്ത് നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ വ്യക്തിയെയാണ് ദൈവം ഇന്ന് മാറ്റിയത്. ആ വ്യക്തിയെ മാറ്റാൻ പറ്റുമെങ്കിൽ ദൈവത്തിന് ഇത് ശ്രവിക്കുന്ന ഓരോ മക്കളെയും മാറ്റുവാൻ പറ്റും. അതുപോലെ എന്റെ കുടുംബത്തിലുള്ള എന്റെ മാതാവിനെയും പിതാവിനെയും എന്റെ ദൈവം മാറ്റി. ഇന്ന് വിശ്വാസത്തിലായിട്ട് അവർ 5 വർഷമായി. എന്റെ സഹോദരനെയും എന്റെ സിസ്റ്ററിലോയും ദൈവം മാറ്റി. എല്ലാവരും കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ, എന്റെ കുടുംബത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെടുവാനിടയായി. ഇന്ന് എന്റെ ഭർത്താവ് മാത്രമേ ഈ വിശ്വാസത്തിൽ കടന്നു വരാനുള്ളൂ. എന്റെ ദൈവം വിശ്വസ്തനാണ്. വിടുവിപ്പാൻ വിശ്വസ്തനായി ദൈവം എന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ആ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇത് കേൾക്കുന്ന മക്കളോട് ഞാൻ പറയാനുള്ളത്, ആരെങ്കിലും ഇന്ന് എന്നെ ശ്രവിക്കുന്നവര് ഇത് കേൾക്കാതെ ഈ വിശ്വാസത്തിലോട് എന്റെ ഹസ്ബൻഡും കൂടെ വരട്ടെ, അല്ലെങ്കിൽ എന്റെ ഭാര്യയും കൂടെ വരട്ടെ, എന്നിട്ട് ഞാൻ ഈ വിശ്വാസത്തിലോട്ട് വരാമെന്നും പറഞ്ഞ് ആരെങ്കിലും മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുകയാണ്, നിങ്ങൾ മടിച്ചു നിൽക്കരുതേ. നമ്മുടെ നല്ല നടപ്പ് കണ്ട്, നമ്മുടെ നല്ല വഴി കണ്ട് അവരും നമ്മളോടുകൂടെ ചേർന്ന് വരുവാൻ നമ്മുടെ ദൈവം ഇടയാക്കും. അത് എന്റെ എളിയ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. നമ്മുടെ രക്ഷാദിവസം, നമ്മുടെ തമ്പുരാന്റെ വരവ് ഏറ്റവും അടുത്തു പോയി. ആ കർത്താവിന്റെ വരവിനായിട്ട് നമ്മൾക്ക് ഒരുങ്ങി കാത്തിരിക്കാം. നമ്മൾ കൈവിടപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിൽ നിന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്റെ ഈ പ്രാർത്ഥന, എന്റെ ഈ എളിയൊരു അപേക്ഷ നിങ്ങൾ നിരസിക്കരുത്, നിങ്ങൾ തള്ളിക്കളയരുത്. നിങ്ങൾ എന്നെ കേൾക്കുന്ന മക്കൾ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആരെങ്കിലും രക്ഷിക്കപ്പെടാനോ സ്നാനപ്പെടാനോ ഉണ്ടെങ്കിൽ ഇതിലും വലിയൊരു സത്യമില്ല. കാരണം കത്തോലിക്കയും ഓർത്തഡോക്സും ഇങ്ങനെയുള്ള സഭകളും വിശ്വാസം ദൈവത്തെ മുറുകെ പിടിച്ച് ആർക്കും ഒരു ബുദ്ധവും ചെയ്യാതെ ജീവിച്ച് എന്നാലാകാവുന്ന നന്മകൾ ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെങ്കിൽ ഈ പെന്തക്കോസ്ത് വിശ്വാസം, ഞാൻ ഇന്ന് പറയും, ഇതിലും നല്ലൊരു വിശ്വാസം വേറെയില്ല. ഇതുപോലെ നല്ലൊരു വിശ്വാസം എനിക്ക് ഒരു മടിയുമില്ല. എനിക്ക് എവിടെ വിളിച്ചു പറയുന്നതിലും ഒരു മടിയും ഒരു നാടക്കേടുമില്ല. ഞാനൊരു പെന്തക്കോസ്തുകാരിയാണെന്ന്. കാരണം ആ ദൈവം എന്നെ ഇന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് കർത്താവ്, ആ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തയോടുകൂടി ഒരു സാക്ഷിയായി നിൽപ്പാൻ എന്റെ ദൈവം എന്നെയും എന്റെ കുടുംബത്തെ ഇവിടെയാക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രയർ ലൈൻ എനിക്ക് ഒത്തിരി അനുഗ്രഹമായി എന്റെ ജീവിതത്തിൽ മാറുവാനിടയായി. അനേകർക്ക് കർത്താവെ ഞാൻ ഈ പ്രയർ ലൈനിന്റെ നമ്പറുകൾ കൊടുക്കുവാനും അനേകർ ഇതിൽ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നത് കേൾക്കുവാനും ഒക്കെ ദൈവം, എന്റെ വലിയ ദൈവം, സ്വർഗത്തിലെ ദൈവം എനിക്ക് ഇടയാക്കുന്ന കൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതിൽ കേൾക്കുന്ന ഓരോ വചനങ്ങളും എല്ലാം സ്തുതിക്കപ്പെട്ട് സാക്ഷ്യങ്ങളും എല്ലാം കേൾക്കുമ്പോൾ കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവെ അങ്ങിടയാക്കുന്ന വലിയ കൃപയ്ക്കായി ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ഏഴിയായി എന്നെ ശ്രമിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദേവദാസനോട് ഒരിക്കൽ കൂടി ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം കർത്താവേ, സ്തോത്രം കാരുണ്യവാനായ കർത്താവേ, അതിപരിശുദ്ധ ദൈവമേ, സ്തോത്രം അപ്പാ, സ്തോത്രം. ഒരിക്കൽ കൂടി കർത്താവേ സ്തോത്രം, അങ്ങയുടെ കർത്താവെ സാക്ഷിയാകുവാൻ കർത്താവെ സ്തോത്രം. ഈ പ്രയർ ലൈനിലൂടെ കർത്താവെ സ്തോത്രം, എന്റെ പൊന്നേശുപ്പത്തിന് അടിയന് തന്ന ഈ നല്ല സമയത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്ന പാമഹത്വപ്പെടുത്തുന്നു കർത്താവെ. ആത്മദാഹത്തോടെ കർത്താവെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവെ, ഇടിവ് നിൽപ്പാൻ, നെഹമ്യാവിനെ പോലെ കർത്താവെ കരയുവാൻ കർത്താവെ, ഉപവസിക്കുവാൻ കർത്താവെ സ്തോത്രമപ്പ, പ്രാർത്ഥിക്കുവാനൊക്കെയുള്ള കൃപ കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. വാക്ക് പറഞ്ഞാൽ
വാക്കുമാറാത്ത ഒരു ദൈവം എന്റെ കൂടെയുണ്ടല്ലോ കർത്താവെ സ്തോത്രം. വരും ദിവസങ്ങളിൽ എന്റെ പൊന്നേശുപറ്റൻ കർത്താവെ അടിയന്റെ ഹസ്ബൻഡിനെ വിടുവിക്കുന്ന ഒരു ദൈവമാകിയാൽ സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ ചുറ്റും അതുപോലെ അടിയന്റെ കുടുംബത്തിലും അടിയന്റെ ഭർത്തൃ കുടുംബത്തിലും ഒക്കെ അനേകർ വിടുവിപ്പാനുണ്ട് കർത്താവെ സ്തോത്രം. കർത്താവെ ആരും നശിച്ചു പോകാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. അടിയന്റെ ജോലി സ്ഥാപനത്തില് കർത്താവെ അടിയൻ കണ്ടുമുട്ടുന്ന കർത്താവെ അനേകർ കർത്താവെ സ്തോത്രം. അതുപോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അനേക മക്കൾ കർത്താവെ സ്തോത്രം അപ്പ ബോണ്ടേജിലായിരിക്കുന്ന കർത്താവെ സ്തോത്രം. എന്റെ പൊന്നേശുപിച്ച അവരുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കണ്ണുകളെ കർത്താവെ അവരുടെ കുരുടായിരിക്കുന്ന കണ്ണുകളെ അങ്ങൊന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. അപ്പൊ സ്തോത്രം അങ്ങേ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ ആത്മാവിനെ സത്യത്തിലും കർത്താവിനെ സ്തുതിച്ച് ആരാധിപ്പാനുള്ള കൃപ കർത്താവെ എന്നീ മക്കൾക്ക് ഓരോരുത്തർക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ഈ പ്രയർ ലൈനിൽ കടന്നു വരുന്ന ഓരോ മക്കളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. കർത്താവെ ഇത് അനേകർക്ക് കർത്താവെ ഒരു അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം അപ്പ. കർത്താവെ സ്തോത്രം. കർത്താവെ നീ ഞങ്ങളെ കൂട്ടിവരുത്തി കൃപയ്ക്കായി സ്തോത്രം അപ്പ സ്തോത്രം. കർത്താവെ ഇതുപോലൊരു നല്ല സമയം ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ അനേകർ ഈ ലോകത്തിന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ സ്തോത്രം. കർത്താവെ സ്തോത്രം. കർത്താവെ ഇന്നും ഈ ലോകത്തിന്റെ സമൂഹത്ത് കർത്താവെ സ്തോത്രം ആയുസ്സോടെ ശേഷിപ്പിച്ച അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തോത്രം അപ്പ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ സ്തോത്രം. കർത്താവെ സ്തോത്രം. കർത്താവെ ഇത് ലീഡ് ചെയ്യുന്ന ഓരോ മക്കളെ കർത്താവെ സ്തോത്രം അപ്പ ഈ പ്രെയർ ലൈൻ നടത്തുന്നവരെ കർത്താവെ അങ്ങാണല്ലോ കർത്താവെ ഈ പ്രെയർ ലൈൻ സ്റ്റാർട്ട് ചെയ്തത് കർത്താവെ സ്തോത്രം. കർത്താവെ ഇത് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത് കർത്താവെ അനേകർക്ക് വിടുതലായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. അപ്പൊ സ്തോത്രം ഓരോ മക്കളെയും അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. അങ്ങേ കൃപയാൽ പൊതിഞ്ഞാട്ടെ കർത്താവെ സ്തോത്രം. അടിയനെ താഴ്ത്തുന്നു. അടിയന്റെ കുടുംബത്തെ താഴ്ത്തുന്നു കർത്താവെ സ്തോത്രം. പ്രത്യേകിച്ച് ദേശിനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തോത്രം. മകൾക്ക് പൂർണ്ണ വിടുതൽ കൊടുത്തതിനാൽ സ്തോത്രം. എന്റെ അപ്പച്ചൻ കർത്താവെ അത്ഭുത മന്ത്രിയാം വീരനാം പ്രഭുവാകിയാൽ സ്തോത്രം. എന്റെ അപ്പച്ചന് അസാധ്യമായിട്ട് ഒന്നുമില്ലാത്തതിനാൽ സ്തോത്രം. രാജാതിരാജനായ ദൈവമേ സ്തോത്രം അപ്പ സ്തോത്രം. കർത്താവെ സ്തോത്രം. എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ സ്തോത്രം. എന്റെ പൊന്നപ്പച്ചന്റെ അത്ഭുത കാര്യങ്ങൾ കർത്താവെ എല്ലാ മക്കളുടെ മേലും നീട്ടി അവരുടെ ആവശ്യങ്ങളിൽ ഇറങ്ങിച്ചെന്ന് കർത്താവെ എന്ന് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങ് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. കർത്താവെ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദർശനത്തിന് ഒരു അവധി വന്നിരിക്കുന്നു. നീ ദർശനം ഓടിച്ചു വായിക്കുവാൻ തക്കവണ്ണം പലകയിൽ എഴുതി വെക്കുവാൻ പറഞ്ഞ ദൈവമേ സ്തോത്രം. കർത്താവെ അത് താമസിച്ചാലും അതിന്റെ കർത്താവെ സ്തോത്രം അത് കർത്താവെ സ്തോത്രം അത് നിവൃത്തിയിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ ഇത് വചനത്തിലടി ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ മാനിച്ച ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കർത്താവെ ഹല്ലേലൂയ അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ പുത്രന്റെ നാമത്തിൽ എന്റെ പൊന്നു യേശുപ്പച്ചൻ അടിയന്റെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. എല്ലാ മഹത്വം എന്റെ യേശുപ്പച്ചൻ എടുത്താട്ടെ. ആമേൻ. താങ്ക് യു. കർത്താവിന്റെ ദാസിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹസ്ബൻഡ് ഇതൊരു സ്നാനപ്പെട്ടിട്ടില്ല അല്ലേ സിസ്റ്റർ? ഇല്ല ഇല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് സൗകര്യ വിശ്വാസം പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ വിശ്വസ്തനായ കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായി സ്തോത്രം. വെളിപ്പാടില്ലാത്തടത്താണല്ലോ ജനം മര്യാദ കെട്ട് നടക്കുന്നത്. സ്തോത്രം. ഇന്ന് ദാസിക്ക് കൊടുത്ത വചന വെളിപ്പാടിനായി സ്തോത്രം. ഏത് വിഷയത്തിനും വചനത്താലുള്ള വെളിപ്പാട് കൊടുത്തതിനായി സ്തോത്രം. കർത്താവ് പറയുന്ന അനുസരിപ്പാൻ ഉടനടി അനുസരിപ്പാൻ മറ്റുള്ളവർ പറയുന്ന നല്ല ദൈവശബ്ദത്തിന് വേണ്ടി ചെവി കൊടുക്കാൻ സഹായിച്ചതിനായി സ്തോത്രം. എന്റെ ആടുകളിൽ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവരെ പുറത്തു കൊണ്ടുപോയി അകത്തു കൊണ്ടുവരും. കർത്താവ് ഈ ദിവസത്തിന്റെ ദാസിയുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹസ്ബൻഡിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തിൽ തന്നെ ഒരു വിടുതലിന്റെ ഒരു വാർത്ത കേൾക്കുവാൻ നീ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. ദാസി പറഞ്ഞ വാക്യം തന്നെ ഞാൻ പറയുന്നു. അപ്പി വെച്ചിരിക്കുന്നു സമാപ്തിയിലേക്ക് ചെല്ലുവാൻ ദർശനം കൊണ്ടുകൊണ്ടിരിക്കുന്നു. ജോഷുവ പറഞ്ഞ പോലെ ഇനി എത്രയോ അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുന്നില്ല. ഇനി എത്രയോ അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ഈ സാക്ഷ്യം അതേവരും അത് വാച്ച് ചെയ്യുവാൻ അത് കേൾക്കുവാൻ തക്കവണ്ണം നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അത് കേട്ട് കഴിയുമ്പോൾ ഉടനെ എനിക്ക് സ്നാനപ്പെടണം എന്നൊരു തീരുമാനം എടുക്കുവാൻ അവരെ നീ സഹായിക്കണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും.
രാജ്യങ്ങള് സൗദിയില് അനേകർക്ക് വാച്ച് ചെയ്യുവാൻ തൊക്കെ നീ വഴിയൊരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായി പാടണമേ. അവർക്ക് വേണ്ടി നിങ്ങളെ സഹായിക്കും. യേശുവിൻ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ.